Okay. ഇത് ഡീസൽ സൈക്കിളിന്റെ പ്രോബ്ലം. ഇന്ന് രണ്ട് പ്രോബ്ലംസ് ആണ് നോക്കാൻ പോകുന്നത്. രണ്ടും നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? An engine working in a diesel cycle has a diameter of 150 mm. അപ്പൊ ഡയമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ബോർ ഡയമീറ്റർ ആണ് വരുന്നത്. And a stroke of 200 mm. The clearance volume is 10% of the swept volume. ഈ രണ്ട് ടേംസ് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച് ഒന്ന് ചെക്ക് ചെയ്തേക്കണം. ക്ലിയറൻസ് വോളിയം എന്ന് വെച്ചാൽ V2 ആണ്. അതേപോലെ സ്വെപ്റ്റ് വോളിയം എന്ന് വെച്ചാൽ എന്താ? V1 മൈനസ് V2 ആണ്. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ? സ്വെപ്റ്റ് വോളിയത്തിന് 10% ആണ് ക്ലിയറൻസ് വോളിയം. ഡിറ്റർമൈൻ ദ എൻജിൻസ് കംപ്രഷൻ റേഷ്യോ, അതായത് R. ഡീസൽ സൈക്കിളിൽ കംപ്രഷൻ റേഷ്യോ എന്ന് പറയുമ്പോഴത്തേക്ക് V1 by V2 വരെയും. And air standard efficiency if the cutoff occurs at 6% of the stroke. Okay. So നമ്മുടെ ഡീസൽ സൈക്കിൾ ഇതാണ്. അഡിയാബാറ്റിക് കംപ്രഷൻ, ഒരു കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡീഷൻ, അഡിയാബാറ്റിക് എക്സ്പാൻഷൻ, കോൺസ്റ്റന്റ് വോളിയം, ഹീറ്റ് റിജക്ഷൻ. ഈ ഡയഗ്രാം വരയ്ക്കാൻ പഠിച്ചിരിക്കണം. പ്രോപ്പറായിട്ട് വരയ്ക്കണം. എന്തൊക്കെ കോൺസ്റ്റന്റ് ആണോ അത് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ കാണിക്കണം. ചരിഞ്ഞൊന്നും പോയത് ലൈൻസ് ഒന്നും. ഇവിടെ സ്വെപ്റ്റ് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഡിസ്റ്റൻസ് ആണ്. ഈ ഇത്രയുമാണ് സ്വെപ്റ്റ് വോളിയം എന്ന് പറയുന്നത്. V1 മൈനസ് V2. ക്ലിയറൻസ് വോളിയം എന്ന് വെച്ചാൽ VC എന്ന് വെച്ചാൽ V2 ഈക്വൽ ആണ്. അതേപോലെ കട്ട് ഓഫ് വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ടില്ല, 6% എന്ന് പറഞ്ഞിട്ടില്ല. കട്ട് ഓഫ് എന്ന് വെച്ചാൽ V3 മൈനസ് V2 ആണ്. അതാണ് കട്ട് ഓഫ് വോളിയം. അതാണ് 6% ഓഫ് സ്വെപ്റ്റ് വോളിയം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ സ്ട്രോക്ക് എന്ന് പറയുന്നത് സ്വെപ്റ്റ് വോളിയം. നമുക്ക് തന്നേക്കുന്ന ഇത്രയും കാര്യങ്ങളാണ്. ബോർ ഡയമീറ്റർ തന്നിട്ടുണ്ട് 150 mm, സ്ട്രോക്ക് ലെങ്ത് തന്നിട്ടുണ്ട് 200 mm, ക്ലിയറൻസ് വോളിയം തന്നിട്ടുണ്ട് 10% ഓഫ് സ്വെപ്റ്റ് വോളിയം, കട്ട് ഓഫ് വോളിയം പറഞ്ഞിട്ടുണ്ട് V3 മൈനസ് V2, 6% ഓഫ് സ്വെപ്റ്റ് വോളിയം. ഓക്കെ. കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? രണ്ട് കാര്യങ്ങൾ. ഒന്ന് കംപ്രഷൻ റേഷ്യോ, രണ്ടാമത്തത് എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി. ഇപ്പൊ കംപ്രഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് V1 by V2. V1 by V2. ഇവിടെ V1 എന്ന് വെച്ചാൽ എന്താ? ഇറ്റ്സ് an addition of sum of both swept volume and clearance volume. അതാ ഇവിടെ എഴുതിയിരിക്കുന്നു. V1 എന്ന് വെച്ച് കഴിഞ്ഞാൽ sum of clearance volume plus swept volume divided by V2 എന്താണ്? ക്ലിയറൻസ് വോളിയം തന്നെ. സോ അങ്ങനെ R equal to 1 plus VS by VC എന്ന് എഴുതാം. VC എന്ന് വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 0.1 ടൈം 10% ആണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. 10% ഓഫ് VS എന്നാണ് 0.1 VS എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ VS ക്യാൻസൽ ആയി ബാക്കി വരുന്നത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആറിന്റെ വാല്യൂ 11 കിട്ടും. കംപ്രഷൻ റേഷ്യോ ഈക്വൽ ടു 11. ഇനി നെക്സ്റ്റ് കണ്ടുപിടിക്കാൻ എന്താണ്? നെക്സ്റ്റ് കണ്ടുപിടിക്കുന്നത് എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി ആണ്. അപ്പൊ ഇതിനകത്ത് ഗാമ എയർ ആയതുകൊണ്ട് 1.4 തന്നെ ആയിരിക്കും. ആറിന്റെ വാല്യൂ 11 ആണെന്ന് കണ്ടുപിടിച്ചു. റോയുടെ വാല്യൂ മാത്രം കണ്ടുപിടിക്കാം. റോ എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഈസ് കട്ട് ഓഫ് റേഷ്യോ. കട്ട് ഓഫ് റേഷ്യോ എന്ന് വെച്ചാൽ എന്താ? V3 ഡിവൈഡഡ് ബൈ V2. ഓക്കെ. റോ എന്ന് വെച്ചാൽ V3 by V2 ആണ്. അപ്പൊ V3 നമുക്ക് ഇങ്ങനെ എഴുതാം, V2 പ്ലസ് V3 മൈനസ് V2 എന്ന് എഴുതാം. ഇങ്ങനെ എഴുതാൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ V3 മൈനസ് V2 എന്താണെന്ന് തന്നിട്ടുള്ളത്. V2 നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ സെയിം തന്നെയല്ലേ? അപ്പം എന്ത് എഴുതാൻ പറ്റും? V2 നമുക്കറിയാം ക്ലിയറൻസ് വോളിയം തന്നെയാണ്. ക്ലിയറൻസ് വോളിയം എത്ര? 0.1 ഇൻറ്റു സ്വെപ്റ്റ് വോളിയം ആണ്. അതുപോലെ V3 മൈനസ് V2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 6% ആണ്. അപ്പൊ 0.06 ഇൻറ്റു VS ആണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V2യുടെയും V3 മൈനസ് V2യുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതേപോലെ വരും.
വി എസ് കോമൺ ടേം ആയതുകൊണ്ട് ക്യാൻസൽ ആയിട്ടായി പോകും. ബാക്കി വരുന്നത് എന്താ? 0.1 പ്ലസ് 0.06, അതായത് 0.16 ഡിവൈഡഡ് ബൈ 0.1. 1.6 ആണ് റോയുടെ വാല്യൂ, കട്ട് ഓഫ് റേഷ്യോയുടെ വാല്യൂ. ഇപ്പൊ എല്ലാം കിട്ടി. എഫിഷ്യൻസി ഇനി കണ്ടുപിടിക്കാം. ഗാമ 1.4, ആർ 11, റോയുടെ വാല്യൂ 1.6 എന്ന് കിട്ടി. ഇപ്പൊ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എഫിഷ്യൻസിയുടെ വാല്യൂ കിട്ടുന്നത് 57.53 കിട്ടുന്നു. ഇനി നിങ്ങളുടെ അടുത്ത് വി എസിന്റെ വാല്യൂ, അതായത് സ്വെപ്റ്റ് വോളിയത്തിന്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇതിനകത്ത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലോ, പോർ ഡയമീറ്റർ തന്നിട്ടുണ്ട്, അതേപോലെ സ്ട്രോക്ക് ലെന്ത് തന്നിട്ടുണ്ട്. അപ്പം ബോർ ഡയമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ സിലിണ്ടറിന്റെ വോളിയം എന്താണ്? 5d²/4 ഇൻറ്റു ലെങ്ത് L. അത് ഇട്ട് കഴിഞ്ഞാൽ സ്വെപ്റ്റ് വോളിയത്തിന്റെ വാല്യൂ കിട്ടും. സ്വെപ്റ്റ് വോളിയത്തിൽ നിന്ന് നിങ്ങൾക്ക് കട്ട് ഓഫ് വോളിയവും കിട്ടും, അതേപോലെ തന്നെ ക്ലിയറൻസ് വോളിയത്തിന്റെ വാല്യൂ കിട്ടും. കാരണം അതിന്റെ റിലേഷൻഷിപ്പ് തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ അതിന്റെ ആവശ്യമില്ല, നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നമുക്ക് തന്നേക്കുന്നത് എന്താ? 1 കിലോഗ്രാം ഓഫ് എയർ ആണ്. അപ്പൊ നമുക്ക് തന്നേക്കുന്നത് എന്താ? മാസ് 1 കിലോഗ്രാം ആണ് തന്നിട്ടുണ്ട്. അറ്റ് 15 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ, സ്റ്റാർട്ടിംഗ് ടെമ്പറേച്ചർ അപ്പൊ T1 ആണ് തന്നേക്കുന്നത്. 15 ഡിഗ്രി സെൽഷ്യസ് എന്നാണ്, അതിനെ നമ്മൾ കെൽവിനിലോട്ട് മാറ്റുക. പ്ലസ് 273 ആൻഡ് 100 കിലോ പാസ്കൽ. ഇപ്പൊ P1 ആണ് തന്നേക്കുന്നത്, 100 കിലോ പാസ്കൽ ആണ്. കിലോ പാസ്കൽ ആകുമ്പോൾ 10⁻³ വരും. അപ്പൊ അത് വരുമ്പോഴത്തേക്കാണ് 10⁵ പാസ്കൽ. പ്രഷറിന് SI യൂണിറ്റ് പാസ്കൽസ് ആണ്, അതുകൊണ്ട് ഞാൻ എഴുതുന്നത്. Is taken through a diesel cycle. The compression ratio is 15. So direct question തന്നിട്ടുണ്ട് compression ratio. Compression ratio is V1 by V2 is equal to 15. And the heat added is 1850 kilojoules. The heat added തന്നിട്ടുണ്ട്. Q in തന്നിട്ടുണ്ട് 1850 kilojoules. And SI units എന്ന് വെച്ചാൽ joules ആണ്. അപ്പൊ അതുകൊണ്ടാണ് 10⁻³ 1850 into 10⁻³ ആണ്. അപ്പൊ അതാണ് 1.85 into 10⁻6 joules എന്ന് എഴുതിയിരിക്കുന്നത്. കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് എന്താ? കാൽക്കുലേറ്റ് ദ ഐഡിയൽ സൈക്കിൾ എഫിഷ്യൻസി. ഈ ഇക്വേഷൻ്റെ അകത്ത് ഗാമ എയർ ആയതുകൊണ്ട് 1.4 ആണെന്നറിയാം. ആറിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, 15 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അറിയാത്ത എന്താണ്? റോയുടെ വാല്യൂ മാത്രം അറിയാത്തത്, അതായത് കട്ട് ഓഫ് റേഷ്യോയുടെ വാല്യൂ മാത്രം അറിയേണ്ടത്. സോ ദാറ്റ് ഇസ് വാട്ട് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. ഈ കട്ട് ഓഫ് റേഷ്യോ എന്ന് വെച്ചാൽ എന്താ? കട്ട് ഓഫ് റേഷ്യോ ഈസ് V3/V2. ഇപ്പം ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടും തന്നിട്ടില്ല. V3യുടെ വാല്യൂ തന്നിട്ടില്ല, V2യുടെ വാല്യൂ ഡയറക്ട്ലി തന്നിട്ടില്ല. ബട്ട് നമുക്കറിയാം, ഇപ്പം ഈ ഒരു പ്രോസസ്സിന്റെ ഒരു എൻഡ് പോയിന്റ് നമുക്കറിയാമെങ്കിൽ പ്രോസസ് റിലേഷൻഷിപ്പ് യൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് എൻഡ് പോയിന്റിലെ പ്രോപ്പർട്ടീസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ V2 കണ്ടുപിടിക്കണമെങ്കിൽ if we can find V1 എന്നുള്ള വാല്യൂ അറിയാമെങ്കിൽ അതൊരു അഡിയബാറ്റിക് പ്രോസസ് ആണെന്നറിയാം. അഡിയബാറ്റിക് പ്രോസസ്സിന്റെ പ്രോസസ് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് V2ന്റെ വാല്യൂ കണ്ടുപിടിക്കാനും പറ്റും. ക്വസ്റ്റ്യനിൽ V1 ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. ഡയറക്റ്റ്. ബട്ട് P1ഉം T1ഉം തന്നിട്ടുണ്ട്. P1ന്റെ വാല്യൂ T1ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഇത് P1 T1 വെച്ചിട്ട് V1 കണ്ടുപിടിക്കാൻ എങ്ങനെയാ? യൂസിങ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. P1 V1 is equal to mRT1. അപ്പോൾ അതിന് V1 എങ്ങനെ എഴുതും? mRT1/P1 വരും. മാസ് 1 ആണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ആറിന്റെ വാല്യൂ 287 ആണ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ടെമ്പറേച്ചർ 288 ആണ്, ഡിവൈഡഡ് ബൈ P1 10⁵ സോ V1ന്റെ വാല്യൂ കിട്ടി. ഇവിടെ നമുക്ക് കംപ്രഷൻ റേഷ്യോ തന്നിട്ടുണ്ട്, ആറിന്റെ വാല്യൂ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് V2യുടെ വാല്യൂ കണ്ടുപിടിക്കാം. V2 എന്തായിരിക്കും? V1/R. അപ്പൊ അത് വെച്ചിട്ട് കിട്ടി 0.055 മീറ്റർ ക്യൂബ്. അപ്പൊ റോഡ് ഒരു ടേം കിട്ടി. ഇനി അടുത്ത ടേം എന്താണ്? V3 ആണ് നമുക്ക് വേണ്ടത്.
V3 കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം പ്രോസസ് 2, 3 എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സാണ്. അവിടെ ഹീറ്റ് അഡീഷൻ നടക്കുന്നത്. അപ്പൊ അവിടുത്തെ പ്രോസസ് ഇക്വേഷൻ എങ്ങനെ ആയിരിക്കും? V2/T2 is equal to V3/T3. പ്രഷർ ടേംസ് ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. പിന്നെ അതിന് V3 ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ഇവിടെ നമുക്ക് T2 അറിയത്തില്ല, T3 അറിയത്തില്ല. ഈ നെക്സ്റ്റ് അതാ കണ്ടുപിടിക്കേണ്ടത്. T2 കണ്ടുപിടിക്കണം. T2 കണ്ടുപിടിച്ചതിന് ശേഷം T3 കണ്ടുപിടിക്കണം. എന്നിട്ട് തിരിച്ച് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് V3 കണ്ടുപിടിക്കണം. V3 കൂടെ ആയി കഴിഞ്ഞാൽ തിരിച്ച് റോയില് ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് റോ കണ്ടുപിടിക്കുക. തിരിച്ച് റോയുടെ വാല്യൂ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ഇട്ടിട്ട് എഫിഷ്യൻസി കണ്ടുപിടിക്കുക. അപ്പൊ ഇനി T2 എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? T2 എങ്ങനെ കണ്ടുപിടിക്കാൻ? T2 നമുക്കറിയാം 1, 2 എന്ന് പറഞ്ഞ അഡിയാബാറ്റിക് പ്രോസസ്സാണ്. അങ്ങനെയാണെങ്കിൽ T2/T1 എന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും? V1/V2 ഹോൾ റേസ് ടു ഗാമ മൈനസ് 1. V1/V2 R ആണ്. അപ്പം T2 is equal to T1 into R raised to gamma minus 1. T1ന്റെ വാല്യൂ ഒക്കെ നമുക്കറിയാം 288 ആണ്. Rന്റെ വാല്യൂ 15 ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. റേസ് ടു 0.4. അപ്പം T2യുടെ വാല്യൂ കിട്ടി 850.8. T3 നമ്മൾ നെക്സ്റ്റ് കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് സപ്ലൈഡ് എന്നാണ് കണ്ടുപിടിക്കുക ക്വസ്റ്റ്യനിൽ ഹീറ്റ് സപ്ലൈഡ് തന്നിട്ടുണ്ടല്ലോ. ഹീറ്റ് സപ്ലൈഡ് എവിടെയാണ്? കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആണ്. കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് എന്ന് പറയുമ്പോൾ M ഇൻറ്റു CP. CP എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് ഫോർ കോൺസ്റ്റന്റ് പ്രഷർ ഇൻറ്റു T3 മൈനസ് T2. അവിടുത്തെ ടെമ്പറേച്ചർ ഡിഫറൻസ്. മാസ് നമുക്ക് ഹീറ്റ് ഇൻപുട്ട് എത്ര നമുക്ക് തന്നിട്ടുണ്ട്? 1.85 × 10⁶ ഈക്വൽ ടു മാസിന്റെ വാല്യൂ 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. CP എയറിന്റെ വാല്യൂ, CP ഫോർ എയറിന്റെ വാല്യൂ എന്ന് വെച്ചാൽ ഇതാണ് 1.005 into 10⁻3. നിങ്ങൾ ഓർത്ത് വയ്ക്കണം ഈ വാല്യൂ. ഗാമ 1.4 ആണ് ഓർത്ത് വയ്ക്കുന്നത് പോലെ തന്നെ ഇതിന്റെ വാല്യൂ ഓർത്ത് വയ്ക്കുക. CV-യുടെ വാല്യൂ ഓർത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. എയറിന്റെ കേസിലുള്ള CV വാല്യൂ ഓർത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. എക്സാംസിന് ഹെൽപ്ഫുൾ ആയിരിക്കും. T3 ആണ് കണ്ടുപിടിക്കുന്നത്. T2യുടെ വാല്യൂ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു 850. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കാം. ഇതിന്ന് T3യുടെ വാല്യൂ 2691.6 കിട്ടി. T2ഉം T3യും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. V2 നമുക്കറിയാം. T2, T3 ഇപ്പം കണ്ടുപിടിച്ചു. അതിൽ നിന്ന് V3യുടെ വാല്യൂ കണ്ടുപിടിക്കാം. പിന്നെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ V3 വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 0.174 മീറ്റർ ക്യൂബ് വരും. ഇതെല്ലാം കണ്ട ശേഷം we can go back to find what is the cutoff ratio. Cutoff ratio is equal to V3/V2. V3/V2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് you will get 3.16 as a cutoff ratio. സോ ഇപ്പൊ നമുക്കെല്ലാം അറിയാം. എഫിഷ്യൻസി ഇക്വേഷനിൽ അറിയാനായിട്ട് ഗാമയുടെ വാല്യൂ അറിയണം, കംപ്രഷൻ റേഷ്യോ ആറിന്റെ വാല്യൂ അറിയണം, കട്ട് ഓഫ് റേഷ്യോ റോയുടെ വാല്യൂ അറിയണം. അപ്പൊ മൂന്ന് വാല്യൂസ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വി നോ ഗാമ, ആർ ആൻഡ് റോ. സോ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക വാല്യൂസ് എല്ലാം. ഫൈനലി യുവർ ആൻസർ this will be the answer you get. ഇവിടെ ഈ രണ്ട് ക്വസ്റ്റ്യൻസിലും എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.